तेरे को 20 दिन के अंदर अपन साला खत्म कर देगा, ये अपन का वादा है, समझा तो? अरे छोड़ो मुझे, मार के रहूंगा। അയ്യോ എന്തോരം ഒച്ച, ഒരു മാറ്റവും ഇല്ല. വല്ലതും കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല, എല്ലാം മിസ്സായി. പോ ഐ ആം ഓൾ റൈറ്റ്. നമ്പീശ, യെസ്. ഹായ്. അയ്യോ നമ്പീശ, അമ്മ ഇതവേ നമ്പീശ, നമ്പീശ മാപ്പ്. നീ മാപ്പാണെന്ന് എനിക്കറിയാം. അല്ല നമ്പീശ, ഞാൻ മാപ്പ് ചോദിക്കാൻ നീ വന്നതാ. ചോദിക്കാൻ വന്നതാണെന്നും എനിക്കറിയാം. നിന്റെ പെങ്ങളുമായി ഞാൻ അടുത്തുപോയി. നിനക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോടാ. നമ്പീശ, ഓ നമ്പീശ. നമ്പീശ. ഓ കണ്ടുപിടിച്ചു. എന്നെ കൈ കിട്ടിയാ നീ കൊല്ലുമെന്ന് എനിക്കറിയാം. നീ ജീവനോട് ഇരിക്കുമ്പോ എന്നെ ജീവനോട് കിട്ടൂല. നമ്പീശ, നമ്പീശ, ഞാൻ കാരണം മാപ്പ് ചോദിക്കാൻ വന്നതാ. നീ ഒരു കോപ്പ് ചോദിക്കട്ടെ. മാപ്പ് കോപ്പ്. നമ്പീശ മാപ്പ്. ഓടാ. कहाँ जा रहा है? अंदर घुस घुस कर क्या देख रहे हो? നിന്റെ അമ്മൂമ്മയുടെ ശവം എപ്പോഴാ പുറത്തേക്ക് കെട്ടിരിക്കണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി നിനക്ക് എന്താ അറിയണ്ടേ? ഞാനാണോ പെണ്ണാണോ എന്നറിയില്ല. പോടാ പോടാ, ഇത് പബ്ലിക് റോഡാ. ഈ ഗേറ്റിന്റെ അപ്പുറത്തുള്ള ഗുസ്തി മാത്രം നീ നോക്കിയാ മതി. ഗൂർക്കേ, ആസനത്തിൽ അമ്പ് ഇറച്ച മതി ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കണ്ടടാ ഗൂർക്കേ. നിന്നെ നിന്നെ ചേട്ടാ നിന്നെ. നിങ്ങളാ മാധവനല്ലേ? അതെ. മുടിയൊക്കെ പോയി ആകെ അങ്ങോട്ട് കൊരഞ്ഞല്ല. എന്നെ മനസ്സിലായ? താനാ പഴയ എന്റെ മുഖത്ത് എന്താ ക്ലാവ് പിടിച്ചിട്ടുണ്ടാ? ഇയാളാ ആ ഫുൾ ടൈം തണ്ണി. തണ്ണിയുടെയൊക്കെ ഞാൻ നിർത്തിയിട്ടാ. കള്ളുകൂടിയാണോ അല്ലടോ തന്നെ തമ്പുരാൻ പിടിച്ച് പുറത്താക്കിയത്? അതെ, നാട്ടിൽ ചെന്നപ്പോ കുട്ടികളും തള്ളിയും അവിടുന്ന് എന്നെ പുറത്തേക്കാക്കി. അതെന്തിനാ? അവിടെ കിടന്ന് വെള്ളം അടിച്ച് ബഹളം ഉണ്ടായി കാണും. അതുകൊണ്ടല്ല, എന്റെ വീടും കുടിയും കുട്ടികളും ഒക്കെ വളർന്നതും പഠിച്ചതും ഒക്കെ ഈ തമ്പുരാന്റെ കാശ് കൊണ്ടാണ്. ആ തമ്പുരാനോട് ഞാൻ നന്ദിയേട് കാണിച്ചു എന്നാണ് എന്റെ ഭാര്യ പറയണേ. അതുകൊണ്ട് തമ്പുരാന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാലേ അവര് എന്നോട് ക്ഷമിക്കുള്ളൂ. തനിക്കിപ്പോ കുടിയുണ്ടോ? ആ, ഇവിടെ ചെറിയൊരു കുടിയുണ്ട്. എടോ കുടി കുടി തന്നെയാ, ചെറുതായാലും വലുതായാലും. ഞാനല്ലേ നേരത്തെ പറഞ്ഞു കുടിയില്ലാന്ന്. കിടക്കാനൊരു കുടിയുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എടോ താൻ കിടക്കുന്നവരെ കുടിക്കുന്ന എന്തിനാ? ആ കുടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. എടോ താനിങ്ങനെ കുടിച്ചു കുടിച്ച് കിടന്നോണ്ടല്ലേ തമ്പുരാൻ പിടിച്ച് പുറത്താക്കിയത്? ഇല്ല, കള്ള് ഞാൻ കുടിക്കില്ല. പാമ്പിൽ എവിടെ നിന്ന് കള്ളു കിട്ടാനാ? വല്ല ലോക്കൽ ചാരാൻ മറ്റായിരിക്കും. എന്താ എന്റെ പേര്? നാരങ്ങിന്നല്ലേ? ആ, അപ്പൊ തനിക്ക് അറിയാല്ലേ? എടോ ചങ്ക് വാടിപ്പോ അതൊക്കെ വാങ്ങിച്ചു കുടിച്ചാല്. അതല്ല, കിടക്കുന്ന കുടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എടോ ഞങ്ങളും കുടിക്കും, പക്ഷെ കുടിച്ച് ബോധം കെട്ട് വല്ലയിടത്തും കിടക്കാറില്ല. ഞാനിപ്പോ കുടിക്കാറില്ല. താനല്ലേ പറഞ്ഞത് തനിക്ക് കുടിയുണ്ടെന്ന്? അത് പറഞ്ഞു. എന്നിട്ടിപ്പൊ കുടിയില്ലാന്ന് പറഞ്ഞാൽ? ആ കുടിയല്ല ഈ കുടി. എല്ലാ കുടിയും ഒന്ന് തന്നെടോ. ഈ കള്ളുകുടിയന്മാരെ നാക്കെടുത്ത കള്ളനെ പറയും. ആദ്യം ഇയാൾ പറഞ്ഞു കുടിയുണ്ടെന്ന്, ഇപ്പൊ പറഞ്ഞു കുടിയില്ലാന്ന്. പരക്കുടിയനായി. അയ്യോ, കള്ളുകുടിയന്മാരുടെ നമുക്കാണ് ആണെങ്കിൽ ബോധമില്ലാത്തത് എനിക്കല്ലടാ തെണ്ടികളെ. അവൻ കുഞ്ഞുണ്ണിയല്ല, മണ്ണുണ്ണിയ, മണ്ണുണ്ണി. നീയൊക്കെ കൂടി എന്റെ തമ്പുരാനെ പറ്റിക്കുമല്ലടാ. എന്താ എന്താ ഇവിടെ? ആ പൊതുവാളെ വെള്ളം അടിച്ച് വെള്ളം ഉണ്ടാക്കണ കൊച്ചു അവനെ തല്ലി. ആഹാ, അത്രയ്ക്കായോ? ഇന്ന് ഞാൻ ഇവന്റെ മണ്ട തല്ലി പൊളിക്കും. അവനോടി നിക്കണ അവിടെ. നിക്കും നിക്കും, അടിക്കാനല്ലേ? എലീനോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്റെ മനസ്സ് മുഴുവൻ നീയാണ്. പക്ഷെ കണ്ണടച്ചാൽ നീ നിൽക്കുന്ന ഫ്രെയിമിലോട്ട് അവൻ ചാടി വീഴും. ആ കാലമാടം നിന്റെ ഏട്ടൻ മാപ്പ് ചൊറിയാൻ. എന്തും ചെയ്യാൻ മടിക്കാത്ത എമ്പോക്കിയാണവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. അമ്പമ്പോ, ഓർക്കാൻ കൂടി വയ്യ. തലകുത്തന്നെ മേളി. ഇത്ര പേടിത്തൊണ്ടനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല, വിവരക്കേടാണ് കുട്ടി. ആ വിവരക്കേട്ട് ഞാനില്ല. മനസ്സുകൊണ്ട് അറിയാതെ ഞാൻ നമ്പിച്ചേട്ടനെ സ്നേഹിച്ചു പോയി. ഇനി മറക്കാനാവില്ല. ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോവാം. എലീന പറഞ്ഞ സത്യമാണോ? അതെ, എനിക്ക് ചേട്ടനെ മറക്കാനാവില്ല.
എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാ. എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാന്ന് ആര് പറഞ്ഞു? ഞാൻ കണ്ടു. അവളും ആ നമ്പീശൻ വക്കീലും കൂടെ ലവ് ഒളിച്ചോടാനാ പ്ലാൻ. തുറക്കടോ. നമ്പീശ എന്താണോ ഇത്? അവന്മാരുടെ പണിയാ, എന്നെ അകത്ത് കേട്ടില്ല. എന്നാ താൻ ഇവിടെ വന്നോ. ഒരുത്തൻ വാലിന് തീ പിടിച്ച പോലെ ഓടി വരുന്ന കാണാം, പിടിച്ചോണം. പോലീസ് വരുന്നവരെ വിടരുത്. അവന്റെ അമ്മൂമ്മയുടെ കുഞ്ഞുണ്ണി. കൂർക്കേ തമ്പുരാനെ, തമ്പുരാട്ടി നമസ്കാരം. നമ്പീശനോ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ നമ്പീശ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? കാലം കുറയായി തന്നെ കണ്ടിട്ട്. സപ്തതിക്ക് സാവിത്രി വന്നിരുന്നു, അന്നും തന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ നടക്കുന്നൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എന്ത് നടക്കുന്നത്? അല്ല, കുഞ്ഞുണ്ണി വന്നു എന്നറിഞ്ഞു. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുഞ്ഞുണ്ണി, നീ കുഞ്ഞിലെ കണ്ടതല്ലേ? അവനിപ്പോ വലിയ കുട്ടിയായി, കണ്ടാൽ അറിയില്ല. പക്ഷേ എന്നെ കണ്ടാൽ അവൻ അറിയും. നീ എങ്ങ ആള് മാറിപ്പോയല്ലടാ കുഞ്ഞുണ്ണി. ഒരുമാതിരി തേമ്പിരുന്ന മുഖമൊക്കെ അങ്ങ് ചീർത്ത് വീങ്ങിയല്ല. നല്ല ചാപ്പാടായിരിക്കും ഇവിടെ. ഇനി വാ, ഞാനൊന്ന് വൃത്തിയായിട്ട് കാണട്ടെ. നമ്പീശൻ മാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? നമ്പീശ, കുഞ്ഞുണ്ണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അവന് മനസ്സിലായി. ഇനി പലരും പലതും ഇവിടെ മനസ്സിലാക്കാനുണ്ട്. പൊന്നുമോൻ, എന്താ? ഞാൻ പിടിച്ചു. മതി, എനിക്കിത് മതി. അയ്യോ, എന്റെ സാരി. സാരി ഗമ കേറി പൊടിയത് വിട്. ഞാനും നമ്പിച്ചേട്ടനായിട്ടുള്ള ബന്ധം തോമസ് അറിഞ്ഞു. ചേട്ടനെ അയാളുടെ കൈ കിട്ടി അയാൾ കൊല്ലൂന്നാ പറഞ്ഞിരിക്കുന്നത്. ജാമ്യം കിട്ടും മുൻപ് നമ്മൾ എങ്ങനെയാലും രക്ഷപ്പെടണം. ആ മാല കിട്ടിയേ തീരൂ. വെറുതെ പറയരുത്. ഓക്കെ? ഓക്കെ. നമ്പീശേട്ടാ, നമ്പീശേട്ടാ, എല്ലാരും പുറത്തു പോയിരിക്കായിരിക്കും. എന്തായാലും വന്ന് കണ്ട് മാപ്പ് ചോദിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കള്ളൻ. ഇതെങ്ങനെ ചെറിയ കിടക്കട്ടെ. ഷാള് അയ്യോ, നമുക്ക് പരിചയമുള്ള വീട്ടിൽ നീ എന്റെ കാലനായിട്ട് എന്നെ വന്നിരിക്കുവാണോ? ആളെ മനസ്സിലായില്ല. മാപ്പ് 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 മാപ്പ്. ഈ മാപ്പ് പോണെന്നൊക്കെ എനിക്കറിയാം. എന്നെ അഴിച്ചു വിടറ. ഇത്രയും വൃത്തിയായിട്ട സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതല്ല നമ്മളെ കയറ്റി ഇരുത്തിട്ട് നമ്പീശം വെളിയിൽ പോയത്.
എങ്കിലും മുഴുവൻ കാണാതെ പോയത് കഷ്ടമായി പോയി. ഒരു കഷ്ടമല്ല, ഇങ്ങനത്തെ സിനിമ കാണാതിരിക്കുന്ന നല്ലത്. അമ്മേ, കള്ളൻ, കള്ളൻ, കള്ളൻ. തമ്പീശ, എന്ത് പറ്റി? അയ്യോ, എന്ത് പറ്റി? എന്റെ ഈശ്വര, ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഓടി വാ. എന്റെ അമ്മ അയാള് ചത്ത. നീ എന്താണ് ഒരു വരി? ഞാൻ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്ന് പോണ്ടത്. പുലിവാലാക്കിയത് നീയല്ലേ? പിന്തുടരാനല്ലേ പറഞ്ഞത്? തല്ലാനും കൊല്ലാനും പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയ എന്തിന്? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഇനി 2 ആഴ്ചയേ ഉള്ളൂ വിസയ്ക്ക് കാശടയ്ക്കാൻ. ഈശ്വര, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് 2ാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാദ്യം നിർത്തുന്ന അവർ തോറ്റു. അങ്ങനെ കളിക്കാം. അയാളുടെ കൈ കാശുണ്ട്. ആരുടെ? ആലല്ല കണ്ട കയ്യില്. അയാളുടെ കീശയെ കാശുണ്ടായിട്ട് നമുക്കെന്ത് കാര്യം? ഏതായാലും നീ ഒരു കൊലപാതകം നടത്തി, പിടിച്ച മാക്സിമം തൂക്കിക്കൊല്ലും. ഇനി 5-6 എണ്ണത്തിനെ കൂടെ കൊന്നാലും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ആ കിളവനെയും കിളവിയെയും കൂടെ കൊന്നിട്ട് ഉള്ളതെടുത്തോണ്ട് വിസ ഓഫീസിലോട്ട് പോകാൻ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതൊന്നും വേണ്ട. പിന്നെ കുഞ്ഞുണ്ണി ഒന്നുകൂടെ ബോധം കെടണം.